كالشمس تظهر للعينين من بعدي صغيرة وتكل الطرف من أمامي. കശംസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനെ പോലെയാണ്. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? തദ്ഹറു ലിൽ ഐനൈൻ, ആ സൂര്യൻ നമ്മുടെ കണ്ണുകളിൽ വെളിവാകും, അഥവാ നമുക്ക് ആ സൂര്യനെ കാണാൻ കഴിയും. മിൻ ബുഅദി, വിദൂരതയിൽ നിന്ന് നോക്കുമ്പോൾ, സ്വഗീറത്തൻ, ചെറുതായിട്ട്, അഥവാ ഭൂമിയേക്കാൾ 100 മടങ്ങിരട്ടി വലിപ്പമുള്ള സൂര്യനെ ഏകദേശം 15 കോടി കിലോമീറ്റർ അപ്പുറത്താണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ആ സൂര്യനെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഫുട്ബോളിന്റെ വലിപ്പത്തിലാണ്. അത് തന്നെയാണ് സൂര്യന്റെ യഥാർത്ഥ വലിപ്പം എന്ന് ചിന്തിച്ചാൽ നമ്മൾ വിഡ്ഢികളാവും. എന്ന പോലെ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി ചെറിയൊരു വിവരം മാത്രമേ നമുക്കുള്ളൂ. അത് അടുത്ത കാലക്കാരിലും പിൽക്കാലക്കാരിലും അത്ര വിവരമുള്ളവരേ ഉള്ളൂ. അപ്പോ നമ്മൾ അതാണ് യഥാർത്ഥമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖീഖത്ത്, അന്തസത്ത എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ വിഡ്ഢികളായി പോകും. വ തുകില്ലു ത്വറഫ മിൻ അമമി, ഇനി ആ സൂര്യനെ തൊട്ടടുത്ത് പോയൊന്ന് കാണണമെന്ന് ചിന്തിച്ചാലോ അത് നമ്മുടെ കണ്ണ് ചിമ്മിപ്പിക്കും. നമുക്ക് കണ്ണു തുറന്ന് സൂര്യനെ നോക്കാൻ കഴിയൂല. എത്രത്തോളം നമ്മോട് സൂര്യൻ കൂടുതൽ വിദൂരതയിൽ നിൽക്കുന്ന 2 സമയങ്ങളാണ്, ഒന്ന് രാവിലെയും മറ്റൊന്ന് വൈകുന്നേരവും. ആ സമയത്ത് ചെറുതായെങ്കിലും അതിൻ്റെ ഒരു വൃത്താകൃതി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ് നട്ടുച്ച സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് ആകാശത്തിലേക്ക്, സൂര്യന്റെ അടുത്തേക്ക് നോക്കിയാൽ ഒരു പ്രകാശ വലയം കാണും. അത് തന്നെ കണ്ണ് ശരിക്ക് തുറക്കാൻ നമുക്ക് കഴിയൂല. അപ്പൊ സൂര്യനിലേക്ക് നമ്മൾ അടുക്കും തോറും നമുക്ക് തീരെ കണ്ണ് തുറക്കാൻ കഴിയാതെ നമ്മൾ അശക്തരാകും എന്ന് പറഞ്ഞതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ അശക്തരാകുക എന്നല്ലാതെ അവിടുത്തെ യഥാർത്ഥമായ വ്യക്തിപ്രഭാവത്തെ അളന്നെടുക്കാൻ, വായിച്ചു തീർക്കാൻ, പറഞ്ഞു തീർക്കാൻ, എന്തിനധികം ഒന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയില്ല എന്ന് ഇമാം ബുസൈരി റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്.